ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പോൾ കറുപ്പ് സൂര്യയുടെ സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് മസാല ഫാൻറ്റസി എൻ്റർടൈനർ. അപ്പോൾ മാസ് മസാല ഫാൻറ്റസി എൻ്റർടൈനർ ആണ്. അപ്പോൾ ഫാൻറ്റസി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലോജിക്കൊന്നും നോക്കിയിട്ട് ആരും ഈ സിനിമയ്ക്ക് കയറരുത്. ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഫണ്ണിന് വേണ്ടി ഈ സിനിമയ്ക്ക് കയറാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടും. RJ ബാലാജി സ്ഥിരം വരുന്ന ടെംപ്ലേറ്റ് തന്നെയാണ്. ഇതിൽ മാസ് ഉണ്ട്, എന്താ പറയുക, കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ചേർന്നൊരു ഫൺ പാക്ഡ് എൻ്റർടൈനർ ആണ്. എന്താ പറയുക, ഫൺ ഇമോഷൻ പാക്ഡ് എൻ്റർടൈനർ ആണ് കറുപ്പ്. അപ്പോൾ തീർച്ചയായും സൂര്യ ഫാൻസിനൊരു ട്രീറ്റാണ്. അതുപോലെ തന്നെ ഫാമിലി ഓഡിയൻസ് ഉറപ്പായും ഈ സിനിമ ഏറ്റെടുക്കാനുള്ള ചാൻസ് 100% ആണ്. കാരണം ഈ ഫാൻറ്റസി എലമെൻറ്റ് അത് കുറച്ച് ഭക്തിമാർഗമായിട്ട് അവർ ചേർത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും, എല്ലാ ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു മെസ്സേജും ഇവർ സിനിമയിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ളൊരു സർക്കംസ്റ്റാൻസസിലും ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിലും നമ്മുടെ ലോ ആൻഡ് ഓർഡറൊക്കെ ഒരു ദൈവം താഴെ ഇറങ്ങി വന്നാൽ കൂടെ മാറ്റാൻ പറ്റില്ല എന്നൊരു ടെംപ്ലേറ്റ് ആണ് ആദ്യം RJ ബാലാജി കൊടുക്കാൻ നോക്കിയത്. അതൊക്കെ നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് സിനിമയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഇൻ്റർവെൽ ബ്ലോക്ക്, അതുപോലെ തന്നെ ഇന്ദ്രൻസ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അച്ഛൻ്റെ ക്യാരക്ടർ ഇമോഷൻ കൺവേ ചെയ്ത വിധം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതൊക്കെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം ഇൻ്റർവെൽ വരുമ്പോൾ പിന്നെ സൂര്യ വരുന്നതിനനുസരിച്ച് മാസമായിട്ട് പിന്നെ അങ്ങോട്ട് മാസമാണ് പടം, ഫുൾ അങ്ങോട്ട് മാസമായിട്ടാണ് പോകുന്നത്. സോ പടം ഒരു പക്ക ഫൺ എൻ്റർടൈനർ ആണ്. കൂടെ സായബേങ്കറിൻ്റെ മ്യൂസിക്കും, പുള്ളിക്കാരൻ പടത്തിനെ എലിവേറ്റ് ചെയ്തൊരു, എന്താ പറയുക, എബോ ആവറേജിന് മേലെ കൊണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ഗൂസ് ബംസ് വരുന്നൊരു മ്യൂസിക്, എന്താ പറയുക, മ്യൂസിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ സിനിമ തന്നത്. അതുപോലെ തന്നെ പാട്ടുകളെല്ലാം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ ഒരു ഫാൻസ് ഫുൾ പാക്ക്, ഒരു ഹൗസ്ഫുൾ തിയേറ്ററിനുള്ളിൽ ഫാൻസോട് കാണുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് പൊളിച്ചടുക്കിയിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമ. പടത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറയും, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കഥ അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എലിവേഷൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് ഈ സിനിമ നിർത്തിയതുപോലെ തോന്നി. അത് വെച്ച് നിർത്തിയാൽ പടം തീർച്ചയായിട്ടും തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. തീർച്ചയായും ഫാമിലിയോടെ, ഫാൻസിന്, ഇല്ലെങ്കിൽ ഒരു കോമൺ ഓഡിയൻസിന് തിയേറ്ററിൽ എൻജോയ് പറ്റുന്നൊരു സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ കറുപ്പ് സൂര്യയ്ക്ക് ഒരു കംബാക്ക് തന്നെയാണെന്ന് ഞാൻ പറയും. എനിക്കതായാലും പടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.